പിന്നെ അത് ആഴത്തിലേക്ക് പോയി. ആഴത്തിൽ ചെന്നിട്ട് അത് കഴിഞ്ഞു. അപ്പോൾ കോർക്ക് ജലത്തിന് മുകളിലേക്ക് വന്നു. തിമിംഗലം വീണ്ടും ജലത്തിന് മുകളിൽ വന്നു. കോർക്കിനെ വായുക്കുള്ളിലാക്കി. വീണ്ടും അത് ആഴത്തിലേക്ക് പോയി. ആദ്യത്തേക്കാൾ കൂടുതൽ ആഴത്തിലേക്ക് പോയി. പിന്നെ കഴിഞ്ഞു. അപ്പോൾ കോർക്ക് വീണ്ടും ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നു. ഇത് പലതവണ ആവർത്തിച്ചു. എപ്പോഴൊക്കെ കഴിവിടും അപ്പോൾ കോർക്ക് മുകളിൽ വരും. അപ്പോൾ തിമിംഗലം ചോദിച്ചു, എന്തുകൊണ്ടാണ് എപ്പോഴൊക്കെ നിന്നെ ഞാൻ ആഴത്തിൽ അഗാധത്തിൽ കൊണ്ടുപോയിട്ടും കഴിവിടുന്ന സമയത്ത് നീ മുകളിലേക്ക് പെട്ടെന്ന് വരുന്നത്? അപ്പോൾ കോർക്ക് പറഞ്ഞു, എന്നെ നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം അങ്ങനെയുള്ളതാണ്. ജലത്തിൽ പൊങ്ങിക്കിടക്കുക. പലപ്പോഴും നമ്മളിൽ പലരും ചവിട്ടിക്കടത്തിയിട്ടുണ്ട്, തിരസ്കരിച്ചിട്ടുണ്ട്, ആഴത്തിൽ കൊണ്ടുപോയി അനാഥരാക്കിയിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരേണ്ട കടമ നമ്മുടേതാണ്. തിരിച്ചു വരണം. കാരണം നമ്മളൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ രൂപത്തിലാണ്. അവിടുത്തെ സ്നേഹത്തിലും ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ ദൈവം സൃഷ്ടിച്ചു. ഇതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനമുള്ള ഒറ്റവരി കഥ. നമ്മൾ സൃഷ്ടിച്ചതാണ് എന്ന് ചോദിച്ചാൽ ദൈവം. അപ്പോൾ ആർക്ക് നമ്മളെ ചവിട്ടിത്താഴ്ത്തിയാലും ആർക്ക് നമ്മൾ നിരസിച്ചാലും നമ്മളെ ഉയർത്താൻ കഴിവുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് ദൈവം. ക്രിസ്തുവിന്റെ അടുത്ത് ഒരു നാണയം കൊണ്ടുവന്നു. അപ്പോൾ ക്രിസ്തു ചോദിച്ചു, അതിലെ ലിഖിത രൂപം ആരുടേത്? അവർ പറഞ്ഞു, ലിഖിതവും രൂപവും സീസറിലേക്ക്. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. നമ്മുടെ ഹൃദയത്തിൽ ആരുടെ രൂപമാണ്? എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാൾ. മെച്ചപ്പെട്ട കാലത്തിന് വേണ്ടി സ്വപ്നങ്ങൾ നെയ്തു തരാൻ കഴിവുള്ള ഒരാൾ. അവൻ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടി സ്വപ്നങ്ങൾ നെയ്യാൻ ഭൂമിയിലേക്ക് വന്നവരാണുള്ളത് ക്രിസ്തു. നമ്മുടെ രൂപവും അവരുടേതാണ്. ദൈവം മനുഷ്യനായി പിറന്നത് മനുഷ്യരെ ദൈവമക്കളാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് അന്വേഷിക്കുന്നുവോ അത് കണ്ടെത്തുക, അത് ഉറപ്പാണ്. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ ദൈവത്തെ കണ്ടെത്തുക. ഒരു രാജാവ് തന്റെ 2 സേവകന്മാരെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് 3 ആഴ്ചക്കാലത്ത്. ഒന്നാമനോട് പറഞ്ഞു, നീ പോയി നമ്മുടെ നാട്ടിലെ കളകളുടെയും വിളകളുടെയും അതിൽ നിന്ന് കളകളുടെയും മുൾച്ചെടികളുടെയും വിത്ത് ശേഖരിച്ചുകൊണ്ട് വരണം. രണ്ടാമനെ വിളിച്ചു പറഞ്ഞു, നീ നമ്മുടെ നാട്ടിൽ പോയി പൂച്ചെടികളുടെ വിത്ത് ശേഖരിച്ചുകൊണ്ട് വരണം. 3 ആഴ്ചയിൽ ഒന്നാമൻ വന്നു. അവൻ്റെ കൈ നിറയെ കളകളുടെയും